അപ്പൊ ഗൈസ് നമ്മുടെ ലിബിനി ചേട്ടന്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ്. ലിബിനി ചേട്ടൻ അവിടെ ഒരു ഗോലിയുടെ സാധനം കാണിച്ചു തരും. നമുക്ക് അതിനെ കുറിച്ചൊരു കഥയുണ്ട് മുപ്പതില്. ആ കഥ എന്താന്ന് നമുക്ക് കേട്ടു നോക്കാം. ജെയ്സന് ഈ സാധനം എന്താന്ന് മനസ്സിലായ? സാധനം ഒരു ഗോലി, അത് അതിന്റെ മുകളിൽ ഇടണമെന്ന് മനസ്സിലായി. ഇത് ഗോലി എന്ന് പറഞ്ഞാലേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഗോലി കളിച്ചേർന്ന് മിറ്റത്തായിരുന്നു. അതെ, അല്ലെങ്കിൽ സ്കൂൾ പരിസരത്ത് ഗ്രൗണ്ടിലൊക്കെയാണ്. അപ്പൊ ഈ ഗോലി കളിച്ചേർന്നപ്പോ അത് നമ്മൾ കയ്യിന്റെ അടിയിൽ മടക്കി വെച്ചിട്ടൊക്കെയാണ് ഗോലി കളിച്ചേർന്നത്. ഇന്നിപ്പോ മിറ്റവും ഇല്ല, ഗ്രൗണ്ടും ഇല്ല, ഇത് കളിക്കാനുള്ള അറിയാവുന്ന ആൾക്കാരും ഇല്ല. ഇതിപ്പോ ഫ്ലാറ്റിലൊക്കെ കളിക്കുന്നവർക്ക് ഗോലി കളിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. ആ അവസരം എന്ന് പറയുന്നത് നമ്മൾ 4 ഗോലി എന്റെ കയ്യിലുണ്ട്. എവിടെ നോട്ടെ, ഇതാ കണ്ടാ. ഇതെന്താ ചെയ്യാ? അപ്പൊ ഫ്ലാറ്റിൽ മിറ്റില്ല, മണ്ണില്ല, കുഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങള്, ഈ ഗോലി എടുക്കുന്നു, നമ്മൾ നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെക്കുന്നു, ഇത് ഒരെണ്ണം അതിലിടുന്നു, വീണ്ടും അതാ അത് ചാടി പോയില്ലോ. ഇത് ചാടി പോവില്ല, അത് കാണാം കറക്റ്റ് ആയിട്ട് ആ ഗോലിയിൽ വീഴും. അടിപൊളി, കറക്റ്റ് ആയിട്ട് അതിൽ വീഴും. ഇതിലിപ്പോ സമ്മാനമൊന്നുമില്ല, കുറെ നേരമൊക്കെ അവര് ഇതിന്റെ മുകളിൽ കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലുള്ള ഒരു സാധനം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മൊബൈലിൽ നിന്ന് ഒരു ചേഞ്ചിങ്. പിന്നെ ഗോലി എന്താന്നൊക്കെ പറയാനല്ലോ. ഗോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എറണാകുളത്തുകാർക്ക് മനസ്സിലാവില്ല. ഇവിടെ കച്ചി എന്ന് പറയും, ചില സ്ഥലത്ത് ഇത് വട്ട് എന്ന് പറയും. വട്ട് എന്ന് പറയുന്നത് മറ്റേ മുഴുവട്ടല്ല, ഈ വട്ട് എന്ന് പറഞ്ഞ സാധനം. ചില സ്ഥലത്ത് ഗോലി സോഡ എന്ന് പറയും. ഗോലി സോഡ എന്ന് പറയുന്നത് സോഡയിലിടുന്ന ഗോലിനെയാണ്. ആയിരിക്കാം. ഇത് ഗോലി, കച്ചി, വട്ട്, പിന്നെ കോട്ടിക്കായ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പറഞ്ഞത്, കോട്ടിക്കായ. അപ്പൊ ഇത് ഇങ്ങനൊരു സാധനം ഉണ്ട്, കണ്ടാ. വളരെ ക്ലിയർ ആയിട്ട് കുറച്ചു നേരം നമ്മൾ അത് ശ്രദ്ധിച്ച് പിള്ളേർക്ക് മാറും. പിന്നെ ഒരു പ്രായ ആൾക്കാർക്ക് ഒരു ടെൻഷനൊക്കെ മാറും. ഇത് വീഴാതെ വരുമ്പോൾ ചെറിയ ടെൻഷൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള വലിയ ടെൻഷനൊക്കെ മാറി ഒരു ചെറിയ ടെൻഷൻ ഇല്ലാത്ത വണ്ടിയിലണ്ട അത് വൃത്തിയായിട്ട് കളിക്കാം. കണ്ടാ, അത് കറക്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് വീഴും. കണ്ടോ, ഓരോ ഗോലി എടുത്തിട്ട്. ഇത് കണ്ടാ, ഇതിന് എന്ത് വരെ ഉണ്ട് ശരിക്കും? ഇതിനിപ്പോ അതിന് മാത്രം വിലയൊന്നുമില്ല, ഒരു 100 രൂപയുടെ താഴെ ഇതിന് വിലയുള്ളൂ. അതെ, ടൈം പാസ്, ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ വികസിക്കാൻ നല്ലതാണ്. ബുദ്ധി വികസിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഗോലി കളിച്ചിട്ടാണ് ഈ ബുദ്ധി ഇതുവരെക്ക് എത്തിയിട്ടുള്ളത്. അതെ, അപ്പൊ ഗോലി കളിച്ചിട്ട് തന്നെ ആവശ്യമുള്ള മാത്രം. അത് എങ്ങനെ വീണു? ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചിന്തിക്കാലോ. ഒന്ന് എടുത്തോ. അപ്പൊ ഇത് നമുക്ക് പരിചയപ്പെടുത്തുന്ന ലിബിനി ചേട്ടനെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.